നമസ്കാരം. പത്താമിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒക്ടോബർ മാസം 5 മുതൽ ഒക്ടോബർ മാസം 11 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 2-ാം തീയതി ബുധൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 9-ാം തീയതി ബുധൻ തുലാം രാശിയിലേക്ക് സംക്രമിച്ചു. ഇത് 5 മുതൽ 11 വരെയാണ്. അപ്പോൾ ബുധൻ ഓൾറെഡി തുലാം രാശിയിലാണ്. എന്നാൽ ശുക്രൻ 9-ാം തീയതി കന്നി രാശിയിലേക്ക്, ചിങ്ങത്തിൽ നിന്നും കന്നി രാശിയിലേക്ക് സംക്രമിക്കുന്നു. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഈ ആഴ്ചയും വലിയ ദോഷങ്ങൾ കാണുന്നില്ല. അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഭദ്രതയുണ്ടെങ്കിൽ അതിന് വലിയ ദോഷങ്ങളൊന്നും വരുന്നില്ല. മറിച്ച് അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനം ചെയ്യുന്നവർക്ക് ശരാശരി ആ നിലവാരം കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നു. തീരെ പണമില്ലാത്തവർക്ക് അവർക്ക് ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവർക്ക് അടിയന്തരമായി ചില സഹായങ്ങൾ വരുന്നു. ബന്ധുമിത്രാദികളിൽ നിന്നോ അടുത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ വായ്പ അവർ അന്വേഷിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഈ മാസം പകുതിക്ക് ശേഷം അവർക്ക് കുറച്ചുകൂടി ഗുണം വരുന്നതാണ്. അതിൻ്റെ തുടക്കമൊക്കെ ഈ ആഴ്ചയിൽ അവർക്കുണ്ടാകും. സാമ്പത്തികമായി ഭദ്രത എന്ന് പറയുമ്പോൾ ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ഭാഗ്യം അനുകൂലമായി വരിക, ഭാഗ്യ നറുക്കെടുപ്പുകളിൽ പങ്കെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും വിജയമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും 9-ാം തീയതി വരെയും അവർക്ക് അനുകൂലമാണ്. 9-ന് ശേഷവും ധനപരമായ വരവിനോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ധനം വരാനും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട് എന്നർത്ഥം. എന്നാൽ 9-ാം തീയതിക്ക് ശേഷം, അതായത് ആഴ്ചയുടെ ആദ്യ ദിവസവും അത് കഴിഞ്ഞ് ആദ്യ പകുതിക്ക് ശേഷമുള്ള തൊട്ടടുത്തുള്ള 2 ദിവസങ്ങളും വളരെ ഗുണകരമാണ്. അതിനുശേഷം സാമ്പത്തികമായിട്ട് ദോഷമില്ലെങ്കിലും കുടുംബ സംബന്ധമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയോ, സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയോ, ജീവിത പങ്കാളിയുടെ സാമീപ്യത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട അവസ്ഥയോ വരാം. അവർക്ക് ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായിട്ട് മാറി നിൽക്കേണ്ട കാര്യവും വരുന്നു. ഇതൊന്നുമല്ലെങ്കിൽ ഈ ഭൈമി സംബന്ധമായി, അതായത് ഭർത്തൃ സംബന്ധമായോ ഭാര്യ സംബന്ധമായോ പരസ്പരമുള്ള വശ്യതാ മനോഭാവത്തിൽ കുറവ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളിൽ, തൊഴിൽ സംബന്ധമായ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ധനവരവിന് വേണ്ടി അവർ ശ്രമിക്കുന്ന ശ്രമങ്ങളിലോ ഒന്നും തന്നെ ദോഷമായി ഭവിക്കില്ല. മറിച്ച് കുടുംബത്തിൽ അല്പസ്വല്പം പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു അകൽച്ച, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഇല്ലാതെ തന്നെ ഒരു അകൽച്ച പാലിക്കൽ, ഇതൊക്കെ തന്നെ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഒരുപക്ഷെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായി അകന്നു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞത്. ഒരു കലഹമോ പ്രശ്നമോ അല്ല അതിൽ പ്രധാന വിഷയം. പ്രത്യേകിച്ചും കുടുംബത്തിലെ ഈ വശ്യതാപൂർവമായ ബന്ധങ്ങളിൽപ്പെട്ട് ഇരിക്കുന്നതിനേക്കാൾ അവർ കൂടുതൽ ശ്രദ്ധിക്കുക ജോലി സംബന്ധമായ കാര്യത്തിനോ വരവ് സംബന്ധമായ, ധനപരമായ വരവ് സംബന്ധമായ കാര്യത്തിനോ ആയിരിക്കും. അത്തരം കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധയൂന്നുക. അതുകൊണ്ട് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മാത്രമല്ല, മാസത്തിൻ്റെ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഏതെങ്കിലും എഴുത്തു പരീക്ഷയോ അഭിമുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ചയോ ഉണ്ടെങ്കിൽ അതിൽ അവർക്ക് വിജയമുണ്ടാകുന്നതായി കാണുന്നു. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഭാഗ്യവും സൗഭാഗ്യവും അതുപോലെ വിജയവും ഉണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിൽ അവർക്ക് ഗുണം കാണുന്നു. ശാരീരികമായ അവശതയുണ്ടാകാം. പ്രത്യേകിച്ച് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗർഭാശയ സംബന്ധമായോ കീഴ് ഉദര സംബന്ധമായിട്ടുള്ള അസുഖമുണ്ടാകാം. ഇൻഫെക്ഷൻ, മൂത്രാശയ രോഗങ്ങൾ ഒക്കെ ഉണ്ടാകാം. അണുബാധയുണ്ടാകാം. പുരുഷന്മാർക്ക് ഇതേ ഭാഗത്ത് ദോഷങ്ങൾ അടിവയറിൻ്റെ ഭാഗത്തും അതുപോലെ ജെനിറ്റൽ ഓർഗൻസിൻ്റെ ഭാഗത്തുമൊക്കെ അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഇറിറ്റേഷൻ, അതായത് പുളിച്ചു തകട്ടൽ പോലുള്ള അസുഖങ്ങൾ ഉദര സംബന്ധമായിട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നയനങ്ങൾക്കും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, പിന്നെ 8ഉം 9ഉമാണ് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങൾ. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ രോഹിണിയുടെ, കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അവർക്ക്
ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ ഒരുമിച്ചുള്ള യാത്രകൾ, സല്ലാപങ്ങൾ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര, കുടുംബത്തിൽ കൂടുതൽ സൗമ്യതയും സന്തോഷവും കലർന്ന അന്തരീക്ഷമുണ്ടാവുക, ധനപരമായ വരവുണ്ടാവുക, നേട്ടമുണ്ടാവുക, പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങുക, വീട്ടിൽ പൊതുവെ ആഹ്ലാദത്തിനും ധനവരവിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം ഉണ്ടാവുക, അതുപോലെ ഐശ്വര്യം കളിയാടുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുന്നു. ഒരുമിച്ചുള്ള യാത്രകൾ, ഒരുമിച്ചുള്ള സന്തോഷങ്ങൾ പങ്കുവയ്ക്കൽ, പാർട്ടികൾ, ഇതിലൊക്കെ പങ്കെടുക്കാം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഇവർക്ക് ആഹ്ലാദകരമായ ചുറ്റുപാടുകളിൽ ഇവർ തങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ അലയുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ പൊതുവെ ഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ്, പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇപ്പോൾ ഒട്ടും ദോഷം കാണുന്നില്ല. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി പ്രകടിപ്പിച്ചുകൊണ്ട് കർമ്മമേഖലയിൽ ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കുന്നു. ശത്രുവിനെ പോലും മിത്രമാക്കാൻ സാധ്യതയുള്ള തരത്തിൽ സൗമ്യമായ പെരുമാറ്റവും ജോലിയിലെ മികവുമൊക്കെ ഉണ്ടാകുന്നു. പുതിയ കടബാധ്യതയൊന്നും വരുത്തി വയ്ക്കുന്നില്ല. മാത്രമല്ല കടബാധ്യതയിൽ നിന്ന് കുറച്ചെങ്കിലും റിലീഫ്, ആശ്വാസം ഇവർക്ക് കിട്ടുന്നു. അതിന് തക്കവണ്ണമുള്ള ധനവരവ് ഇവർക്കുണ്ടാകുന്നു. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ രക്ഷാകർതൃസ്ഥാനത്തുള്ളവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ ആശങ്കകൾ ഉണ്ടാവാം, പ്രത്യേകിച്ചും ആഴ്ചയിലെ രണ്ടാമത്തെ പകുതി. അതുപോലെ തന്നെ ഇവർക്ക് ദോഷമുണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാന ഈ മുറിവ് അല്ലെങ്കിൽ ശസ്ത്രക്രിയയാണ്. പൈൽസ്, അർശസ് രോഗമോ ഫിസ്റ്റുല പോലുള്ള അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരീരത്തിൽ വേണ്ടത്ര ജലമില്ലാത്തതിനാൽ മലബന്ധം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും അതിനനുസരിച്ച് പൈൽസോ ഫിസ്റ്റുലയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ചിലപ്പോഴെങ്കിലും അതിന് സർജറിയുടെ ആവശ്യകത വരികയും ചെയ്തേക്കാം. ബ്ലീഡിംഗ് ഉണ്ടാകാം ശരീരത്തിൽ നിന്ന്, അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നടിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർക്ക് അല്പം ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ധനപരമായി നല്ല വരവുണ്ട് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമാണ് തുറന്നടിച്ച വർത്തമാനങ്ങൾക്കോ അഭിപ്രായം പറയലിനോ ഒക്കെ ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാകുന്നതായി കാണുന്നത്. ആരോഗ്യ സംബന്ധമായിട്ട് ഇവർക്ക് പറയുകയാണെങ്കിൽ ഈ പൈൽസിൻ്റെയും ഫിസ്റ്റുലയുടെയും ഒക്കെ ഈ സ്റ്റൊമക് സംബന്ധമായിട്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ഇവർക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാക്കും. പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകും. സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വിമ്മിഷ്ടങ്ങൾ, പ്രത്യേകിച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7 പിന്നെ 10, 11 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയുടെ തുടക്ക ദിവസങ്ങൾ അല്പം ചിലവ് നേരിട്ടേക്കാം എന്നും ആശുപത്രിവാസവും പറയുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ ദിവസം ഒഴിച്ചാൽ പിന്നീടുള്ള ദിവസങ്ങൾ, അവസാനത്തെ 2 ദിവസങ്ങൾക്ക് ഇടയിലുള്ള 2 ദിവസങ്ങൾ, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവുമാണ് കാണുന്നത്. അവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടുന്ന വിധത്തിൽ ധനവരവ് കാണുന്നു. അതുപോലെ തന്നെ ജോലിയിൽ അവർക്ക് അവരുടെ ചുറ്റുപാടുമുള്ള അവരുടെ സഹപ്രവർത്തകരിൽ നിന്ന് അനുമോദനങ്ങളും അതുപോലെ പ്രശംസയും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു. തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി ഇവർക്ക് മറ്റുള്ളവരിലേക്ക് സംവദിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സഹവർത്തിത്വവും അനുമോദനവും ഇവർക്ക് ലഭിക്കുന്നു. അത് സാമ്പത്തികമായി പിന്നീട് ഭാവിയിൽ ഉയർച്ചയ്ക്കുള്ള ഒരു ആദ്യ പടിയായിട്ടൊക്കെ കാണാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, കഴിവനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, എന്തെങ്കിലും സ്കിൽഡ് ലേബേഴ്സ്, ഇവർക്കൊക്കെ തന്നെയും ഗുണമുള്ള ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതി പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തിക നേട്ടം, യാത്ര കൊണ്ട് ഗുണം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിൽ അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു. അവിടുത്തെ താമസത്തിനോ പഠനത്തിനോ ജോലിയുടെ ഉറപ്പിനോ ഒക്കെ കുറച്ചുകൂടി പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ഏറ്റവും ഇവർക്ക് ഗുണമുണ്ടാകുന്നത് സാമ്പത്തിക നേട്ടമാണെന്ന് പറഞ്ഞു. ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഈ മാസം ഇവർക്ക് ഭാഗ്യം അനുകൂലമായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിനുള്ള ദൈവികമായ അനുഗ്രഹം ഇവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക നേട്ടത്തിൽ ഏറ്റവും പ്രധാനം ഇവരുടെ കർമ്മരംഗത്തു നിന്ന് തന്നെയാണ്. ഭാഗ്യം അനുകൂലമായി വരുന്നത് ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ തുടക്ക ദിവസങ്ങളാണ്.
പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ഭാഗ്യം അനുകൂലമായി വരുന്ന ദിവസമാണ്. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായി കൂടുതൽ ചെലവ് വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഏറ്റവും വേണ്ടപ്പെട്ട മാതാവിൻ്റെ വർഗത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ടവരുടെ ആരോഗ്യ സംബന്ധമായോ ആശുപത്രിവാസ സംബന്ധമായോ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടി വരുന്നതായി കാണാം. ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ തന്നെ ഉടനെ ലാഭം കിട്ടാത്ത കുറേ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കോ അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ ചിലപ്പോൾ പണം മുടക്കേണ്ടി വന്നേക്കാം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ജലവുമായി ബന്ധപ്പെട്ടോ ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള തീരുമാനങ്ങൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പെട്ടെന്ന് ഇവർക്ക് കൈക്കൊള്ളേണ്ടി വരുമെന്നും പറയുന്നു. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, 7, 8, 9 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ പകുതി അത്ര ഗുണകരമല്ല. 2ാം പകുതിയാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം. 2ാം പകുതി കൂടുതൽ ഗുണകരമെന്ന് പറയുമ്പോൾ അത് അവരുടെ കർമ്മരംഗത്തെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്. ഏറ്റവും നന്നായി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഇഴുകിച്ചേരുവാൻ സാധിക്കുന്നു. ഏറ്റവും നല്ല റിസൾട്ട് ഇവരുടെ ജോലിയിൽ, അത് സ്വകാര്യ മേഖലയിലായാലും ശരി സർക്കാർ മേഖലയിലായാലും ശരി, അവർക്ക് അത് സമ്മാനിക്കാൻ സാധിക്കുന്നു. അതിന് തക്കവണ്ണമുള്ള പ്രതിഫലനങ്ങളും റെസ്പോൺസും ഇവർക്ക് അധികാരികളിൽ നിന്നുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ട് എന്ന് പറയാം. അഡീഷണലായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വരുമാനമുണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ ഇവരുടെ ശത്രുസ്ഥാനത്ത് നിന്നിരുന്ന അടുത്ത സംരംഭകർ, അടുത്ത പ്രവർത്തകർ, സഹകരിക്കേണ്ടുന്നവർ, വിമുഖത കാണിച്ചു മാറി നിന്നിരുന്നവർ, ഇവരൊക്കെ തന്നെയും തിരിച്ചു വരുന്നതായി കാണുന്നു. അത് ഇവരുടെ വിജയത്തിൻ്റെ അടയാളമായി വേണം കാണാൻ. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വിജയം നന്നായി ഘോഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് മുമ്പ് വിമർശിച്ചിരുന്നവരോ അല്ലെങ്കിൽ മുമ്പ് എതിരഭിപ്രായം പറഞ്ഞു മാറി നിന്നവരോ ഇപ്പോൾ അനുകൂല ഭാവത്തിൽ തിരിച്ചു വരുന്നതായി കാണുന്നു. പെട്ടെന്ന് ചില പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അത് ഗുണകരമായി വരുന്നു. ആരോഗ്യ സംബന്ധമായി ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ രക്ഷാകർതൃസ്ഥാനത്തുള്ളവരുടെയും സഹോദരിമാരുടെയുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ കർക്കിടക രാശിയിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങൾ മുഖേന, അതായത് ഭാര്യ, പിന്നെ മാതാവ്, ഭാര്യ-മാതാവ്, സ്വന്തം മാതാവ്, സഹോദരി, സുഹൃത്തുക്കൾ, ലേഡി സുഹൃത്തുക്കൾ, മകൾ, ഇവരുടെയൊക്കെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി ലഭിക്കുന്ന മേഖലകളോ ഒക്കെ തന്നെയും ഏതെങ്കിലും തരത്തിൽ വൈഷമ്യം അനുഭവിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതിൽ ബന്ധപ്പെട്ട് ഇവർക്ക് വിഷമമുണ്ടാകാം. അതുപോലെ തന്നെ ഇവർക്ക് ദോഷമുണ്ടാകുന്ന മറ്റൊരു പ്രധാന വസ്തുത വാഹനവുമായി ബന്ധപ്പെട്ടാണ്. വാഹനത്തിന് ചില അറ്റകുറ്റപ്പണികളോ അത്യാവശ്യം എവിടെയെങ്കിലും പോകാൻ നേരം വാഹനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നതായിട്ടോ കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പരീക്ഷിച്ചു വയ്ക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകാം. വാഹന അപകട സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. പുതിയ വാഹനം വാങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുമെന്ന് കാണുന്നു. ഇതെല്ലാം പൊതുവെ ഇവർക്ക് ഗുണകരമാണ്. ഇതിന് വേണ്ട സാമ്പത്തികമായ ചിലവ് എന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ച് ആഴ്ചയുടെ 2ാമത്തെ പകുതിയിൽ വരുന്ന ധനത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് കാണുന്നു. പൊതുവെ ഇവർക്ക് വലിയ ദോഷങ്ങൾ കാണുന്നില്ല. 2ാം പകുതി കൂടുതൽ ഗുണകരം. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, വിദേശവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ പല കാര്യങ്ങളിലും ഇവർക്ക് ആശ്വാസത്തിന് വക നൽകുന്ന അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന അസ്ഥി സംബന്ധമായും മജ്ജ സംബന്ധമായിട്ടുമുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ നട്ടെല്ലിൻ്റെ കീഴ്ഭാഗം, മൂലാധാരം, ഈ തുടയുടെ പുറകുവശങ്ങൾ, സയാറ്റിക് നെർവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് രൂക്ഷമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8, 9, 10, 11 ദിവസങ്ങളാണ് താരതമ്യേന ഗുണകരം. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസം വളരെ നല്ലതാണ്. അതിനുശേഷം ആഴ്ചയുടെ അവസാന ദിവസങ്ങളുമാണ് നല്ലത്. ഇടയ്ക്കുള്ള ദിവസങ്ങൾ താരതമ്യേന മോശമാണ്. പ്രത്യേകിച്ച് ആകസ്മികമായ ചില ശാരീരിക ദുരനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മൂക്കടപ്പ്,
സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങൾ, നിസ്സാര കാര്യമാണെങ്കിലും 1-2 ദിവസം തീരെ മേലനങ്ങാൻ വയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, പനി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ രോഗാവസ്ഥകളുള്ള, ഈ പ്രതികൂലാവസ്ഥകളുള്ള ദിവസങ്ങളിലും ഇവർക്ക് വളരെ അൺഎക്സ്പെക്റ്റഡായി, അപ്രതീക്ഷിതമായി ധനമോ ഇവരുടെ പ്രവർത്തനങ്ങളിലെ വിജയമോ ആസ്വദിക്കാനുള്ള വകയുണ്ടാവും. പ്രത്യേകിച്ച് ധനമാണ് വരുന്നത് കാണുന്നത്. അത് വളരെ അത്യാവശ്യമായി ചില പ്രാരംഭ പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങളിൽ നടത്തുന്നതിന് വേണ്ടി ആശങ്കപ്പെട്ടിരുന്ന ധനമാണ് ഇവർക്ക് വരുന്നത് എന്ന് ചിന്തിക്കണം. അപ്രതീക്ഷിതമായ ധനവരവ് ഇവർക്ക് ആഹ്ലാദത്തിന് വക നൽകുന്നു. അതുപോലെ തന്നെ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് കൈക്കലാക്കാൻ തക്കവണ്ണം പണമോ അല്ലെങ്കിൽ ആ വസ്തുവോ തങ്ങളുടെ മുമ്പിൽ എത്തുന്നതായി വരുന്നു. ഇതെല്ലാം തന്നെ ഇവർക്ക് അത്ഭുതവും മനസ്സന്തോഷവും ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഈ മനസ്സന്തോഷത്തിൻ്റെയൊക്കെ കാരണം കൊണ്ടാവണം ഒരുപക്ഷെ ആരോഗ്യമായ ചില ദുസ്ഥിതികൾ ഈ ഒരു കാലത്ത്, ഈ ഒരു സമയത്ത് വലുതായി ഇവർക്ക് അനുഭവപ്പെടുകയില്ല, ദോഷകരമായി അനുഭവപ്പെടുകയില്ല. യാത്ര അല്പം തടസ്സപ്പെട്ടേക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള 2 ദിവസങ്ങൾ, അതായത് ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള 2 ദിവസങ്ങൾ ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമോ മറ്റോ ചിലപ്പോൾ യാത്ര തടസ്സപ്പെടുകയോ പ്രവർത്തനങ്ങളിൽ ഭംഗം വരികയോ ചെയ്തേക്കാം. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവുമാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നടക്കണം. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് പുറത്തു പോകാനും സല്ലപിക്കാനുമുള്ള അവസരം കാണുന്നു. മനസ്സന്തോഷം ലഭിക്കുന്ന അവസ്ഥ കാണുന്നു. ശരീരത്തിന് പൊതുവെ ഉന്മേഷവും ഗുണവുമൊക്കെ കിട്ടുന്നതാണ് ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ. പ്രവർത്തനങ്ങളിൽ വിജയം, സാമ്പത്തികമായ നേട്ടം, ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാകൽ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രാരംഭമായി ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ അനുകൂലമായി നീങ്ങുന്നു എന്ന അറിവ് ലഭിക്കുന്നു. തങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് സംസാരിക്കുവാനോ അവരുമായി ഇടപഴകി മുന്നോട്ട് പോകുവാനോ സാധിക്കുന്നു. മനസ്സന്തോഷം ലഭിക്കുന്നു ഒക്കെ കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസവും ഇവർക്ക് നല്ലതാണ്. ചില മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനോ തങ്ങളുടെ കാര്യങ്ങളിൽ ചില മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനോ സാധ്യതയുണ്ട്. തുടർന്ന് വരുന്ന 2 ദിവസങ്ങളാണ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനോ അതുവഴി തടസ്സമുണ്ടാകാനോ സാധ്യത. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5 നല്ല ദിവസമാണ്. പിന്നെ 10ഉം 11ഉം താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമായിട്ട് കാണുന്നു. 2ാം പകുതി താരതമ്യേന സാമ്പത്തികമായിട്ട് കുറച്ച് അധിക ചിലവ് വരുന്നുണ്ടെങ്കിലും ആ അധിക ചിലവിന് ആധാരമായ പണം അപ്രതീക്ഷിതമായി ഇവർക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. മുമ്പെപ്പോഴെങ്കിലും പ്രവർത്തിച്ചിരുന്ന പണം കൃത്യമായി വരാതിരുന്നത് ഒരുപക്ഷെ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ മറന്നിരിക്കാം. അത് പൊടുന്നനവേ ഇവരിലേക്ക് വരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വൈമുഖ്യമോ പ്രശ്നമോ ഉണ്ടായി ചില പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നത് അത് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ വീണ്ടും ആരംഭിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഗുണകരമായ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, പോസിറ്റീവായ മാറ്റമുണ്ടാകുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി പിണങ്ങി നിന്നിരുന്നത് തിരിച്ചു വരുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് പൊതുവെ ആഴ്ചയുടെ 2ാം പകുതി സാമ്പത്തികമായി അപ്രതീക്ഷിത നേട്ടത്തിനൊപ്പം ചില വൈകാരികമായ സന്തോഷം ലഭിക്കുന്ന ചില അംശങ്ങളും വരുന്നുണ്ട്. ആദ്യ പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാകുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. ശത്രു പോലും മിത്രമായി വരുന്നു. മുടങ്ങിക്കിടന്നിരുന്ന പ്രോജക്റ്റുകൾ വീണ്ടും തുടങ്ങാൻ അനുമതിയുണ്ടാകുന്നു. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളുന്നു. അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ പ്രണയത്തിൻ്റേതായാലും വിവാഹത്തിൻ്റേതും ആയ കാര്യത്തിലും വളരെ ആശ്വാസകരമായ ചില പുരോഗമനങ്ങൾ കണ്ടുവരുന്നു. അതുമല്ലെങ്കിൽ ഇവർ സാക്ഷിയായി നിന്നുകൊണ്ടോ ഇവർ പ്രധാന കക്ഷിയായി നിന്നുകൊണ്ടോ ചില കാര്യങ്ങൾ ഇടപെടുകയും ആ കാര്യങ്ങൾ വിജയത്തിലെത്തുകയും ചെയ്യുന്നു. കമ്മീഷൻ അടിസ്ഥാനത്തിലൊക്കെ ഇവർക്ക് അതിൽ നിന്ന് പണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അത് ഇവിടെ നടത്തുന്ന ബിസിനസ്സായാലും വിദേശത്ത് പോകുവാനുള്ള കാര്യത്തിലായാലും ശരി, അതിലെന്തെങ്കിലും കുരുക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിലും വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയിലുമൊക്കെ അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുകയോ ജീവിത പങ്കാളിയുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ആശ്വാസമുണ്ടാവുകയോ ചെയ്യുന്നു. അവർക്ക് ധനപരമായ നേട്ടമുണ്ടാകുന്നു. ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ദോഷം എന്ന് പറയാവുന്നത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പിതാവിനത്ര നല്ലതല്ല. മാത്രമല്ല ചില കാര്യങ്ങൾക്ക് മുടക്കമുണ്ടാകുന്നു. പ്രത്യേകിച്ചും യാത്ര, അത് മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിദേശത്തെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില തടസ്സങ്ങളാണ് കാണുന്നത്. അത് മാത്രമാണ് ഒരു പ്രധാന തടസ്സമായി കാണുന്നത്. ആരോഗ്യ സംബന്ധമായി നോക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും പ്രധാനമായി ദോഷമുണ്ടാകുന്ന കാര്യം കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്ത് ഇവർക്കോ ഇവരുടെ പിതാവിനോ എന്തെങ്കിലും ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 5, 6, 7 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത്
തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ഇഷ്ടഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ബുധൻ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട അത്ര രാശിയിലല്ല. അതുകൊണ്ട് ബുധൻ്റെ ചില പ്രശ്നങ്ങൾ, അതായത് 9ാം ഭാവാധിപൻ, ഇവരുടെ രക്ഷാകർതൃസ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തുള്ളവരോ ആയ വ്യക്തികൾക്ക് ശാരീരികമായ എന്തെങ്കിലും അവശത വരാം. എന്നാൽ എല്ലാത്തിനും മേലെ ഈശ്വരാധീനം എന്ന വലിയ ഒരു ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉൾപ്പെടെയുള്ള വൈകാരികമായ മനസന്തോഷം ലഭിക്കുന്ന, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. ആശങ്കകൾ തീർച്ചയായിട്ടും ഇവർക്കുണ്ടാകും. ആ ആശങ്കകൾ രക്തബന്ധത്തിൽപ്പെട്ട സ്വന്തം ആൾക്കാരെക്കുറിച്ചാവണം, മക്കളോ പിതാവോ അല്ലെങ്കിൽ വൈകാരികമായി ജീവിതത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടാകാം. പക്ഷേ ആ ആശങ്കകൾക്ക് ആശ്വാസത്തിൻ്റേതായ മറുകര തീർച്ചയായും ഭഗവാൻ കൊണ്ടുവരുന്നതായി കാണുന്നു. അതുകൊണ്ട് ഇവർക്ക് നേട്ടമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കാൻ തക്കവണ്ണം കാര്യങ്ങളെല്ലാം അനുകൂലമായി വരണം. പിന്നെ മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സ്വന്തം ശരീരത്തിലോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ശരീരത്തിലോ ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം കാണുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെങ്കിലും ആ കാര്യത്തിലും ഇവർക്ക് വിജയമുണ്ടാകും, അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. ഈശ്വരാനുഗ്രഹമാണ് ഏറ്റവും പ്രധാനം. വിദേശത്തു നിന്ന് വരുമാനം വരിക, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിൽ ഗുണമുണ്ടാവുക, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിൽ ഗുണമുണ്ടാവുക, അല്ലെങ്കിൽ വിദേശത്തുള്ളവരുടെ സഹായം കൊണ്ട് ഇവിടെ ഏതെങ്കിലും വിധത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ ഇവർക്ക് ഏറ്റവും നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, 7, 8, 9 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം ഇപ്പോൾ 12-ൽ നിൽക്കുന്ന ബുധനും അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. ശുക്രൻ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 10ാം ഭാവത്തിലെ ശുക്രൻ 11-ലോട്ട് 9-ന് ശേഷം വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണം. ശുക്രൻ അവിടെ നീചത്വമുണ്ടെങ്കിലും ആ ശുക്രനെ കൊണ്ട് ഇവർക്ക് നേട്ടം സാമ്പത്തികമായ നേട്ടമാണ്. ഏതെങ്കിലുമൊക്കെ ഏറ്റവും അടുത്ത വ്യക്തികൾ മുമ്പ് എതിരഭിപ്രായം പറഞ്ഞിരുന്ന ഇവരുടെ ചില സംരംഭങ്ങളോട് ഇപ്പോൾ അനുകൂലമായ വർത്തമാനങ്ങൾ പറയുകയും ഇവരോട് സഹകരിക്കുകയും ചെയ്യും. ആ സഹകരണം സാമ്പത്തികമായ ഒരു സഹായമായി ഇവർക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾ മുഖേന വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ സഹായം മൂലം സാമ്പത്തികമായ ഗുണമോ, വിദേശത്ത് ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ വിദേശത്ത് ഓൾറെഡി തുടങ്ങിയിരുന്ന സംരംഭങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ടൊരു ആക്കം കിട്ടാനോ ഒക്കെ സാധിക്കുന്നതായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി വിജയമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആലസ്യവും തെറ്റായ ധാരണകളും ആശങ്കകളുമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഉന്മേഷം കൂടുതലായി വരുന്നു. ഈശ്വരാധീനം കുറവാണ് എന്നുള്ള തിരിച്ചറിവ് ഇവരെ പ്രാർത്ഥനയോടുകൂടിയുള്ള കഠിനാധ്വാനത്തിലേക്ക് വഴി നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഇവർക്ക് അനുഗ്രഹമായി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ പകുതിയിൽ ചിലപ്പോൾ ചില പരാതികളും പ്രശ്നങ്ങളും ഉണ്ടാകും ആഴ്ചയുടെ ആദ്യത്തെ പകുതിയിൽ. എന്നാൽ രണ്ടാം പകുതി കൂടുതൽ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കൂടുതൽ മിഴിവുണ്ടാകുന്നു. തങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി തെളിമയുണ്ടാകുന്നു. അതുകൊണ്ട് പണം മുടക്കുന്നവർക്കും മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളോട് ആദരവും അഭിമാനവും ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ ഇവരുടെ കർമ്മരംഗം കൂടുതൽ സ്വീകാര്യമാകുന്നു. ഈ മാസം പകുതിക്ക് ശേഷമൊക്കെ ഇവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മംഗളകരമായ മറ്റു കാര്യങ്ങളിലും വളരെ പോസിറ്റീവായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. യാത്ര കൊണ്ട് ഗുണവുമൊക്കെ പ്രതീക്ഷിക്കാം. ശാരീരികമായ അവശത ഇവർക്ക് കാണാൻ സാധ്യതയുണ്ട്. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും ഇലക്ട്രിസിറ്റി, തീ ഇവയോട് കളിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ശരീരത്തിൽ മുറിവുണ്ടാകാൻ സാധ്യത, എല്ല് പൊട്ടുവാനോ മജ്ജ, രക്തമൊക്കെ വാർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സർജറി ആവശ്യമുള്ള ചില അപകട സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പ്രാർത്ഥനയോടുകൂടി വിനയത്തോടുകൂടി സാഹസിക പ്രവൃത്തികളിൽ നിന്ന് അലന്നു നിൽക്കുക. ആവശ്യമില്ലാത്ത ആശങ്ക ഇപ്പോഴും മാതൃകുടുംബത്തിൽപ്പെട്ടവർക്കും ഇവർ മൂലം ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. വീട്ടിൽ വിഷജന്തുക്കൾ കയറാതെ നോക്കണം. മാതാവിന് രക്തസമ്മർദ്ദത്തിൻ്റെ അസുഖമോ അല്ലെങ്കിൽ ശരീരത്തിൽ വിഷം കലർന്നിട്ടുണ്ടാകുന്ന ലിവർ സംബന്ധമായ അസുഖമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വിദൂരമല്ല. ഈ ആഴ്ചയിൽ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചുള്ള ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത്
8, 9, 10, 11 ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും തൊഴിൽ രംഗത്തും തങ്ങുന്ന ഇടങ്ങളിലും ചെറിയ ചെറിയ ആശങ്കകളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും ഒടുവിൽ അതിനെയെല്ലാം ആശങ്കകളെയെല്ലാം ഭയത്തെയെല്ലാം മാറ്റിക്കൊണ്ട് ഈശ്വരാധീനവും മനസ്സന്തോഷവും മനസ്സിന് തൃപ്തിയും തരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ആദ്യം ആശങ്കയും ഭയവും ഉണ്ടാവും. ആ അവസ്ഥയിലാണ് ഇവരുടെ പ്ലാനറ്ററി പൊസിഷൻസ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ ഒടുവിൽ ഇവർക്ക് വിജയത്തിൻ്റേതായ ഒരു പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ 9ാം ഭാവം ഈശ്വരാധീനത്തിൻ്റെ ഭാവത്തിൽ വലിയ അനുഗ്രഹമായി നിൽക്കുന്നു. ആ അനുഗ്രഹം തങ്ങളുടെ സഹപ്രവർത്തകരുടെയോ മേലധികാരികളുടെയോ ഭാഗത്തു നിന്നാണ് ഇവർക്കുണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിജയം. തങ്ങളുടെ കൃത്യമായ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് മേലധികാരികൾ ബാക്കിയുള്ളവരുടെ വിമർശനത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇവരോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നതായിട്ടാണ് കാണുന്നത്. അത് തങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഗുണകരമായി കാണുന്നു. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇതേ അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ആ അനുഭവങ്ങൾ അവർക്ക് ഗുണകരമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഭാഗ്യവും ഈശ്വരാധീനവും ഇവരോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്. ആഴ്ചയുടെ 2ാം പകുതി അല്പം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും തുലാക്കൂറിൽപ്പെട്ട പുരുഷന്മാരായാലും സ്ത്രീകളായാലും സ്ത്രീകൾ മുഖേന തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്നാൽ സാമ്പത്തിക നേട്ടവും തങ്ങൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് തങ്ങളുടെ കഴിവനുസരിച്ച് തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ വിജയവും തിളക്കവും കൃത്യമായി മേലധികാരികൾക്ക് മനസ്സിലാവുകയും അതനുസരിച്ച് ഇവരോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ഇടയ്ക്കുള്ള ആശങ്കകൾ ഈ ശത്രുക്കളും അതുപോലെ തന്നെ വിമർശനം പരത്തുന്നവരുടെയും പണിയാണ്. അതിനെ ആ വില മാത്രം കൊടുത്തുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥമായി പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നതാണ് ധനുക്കൂറിനോട് പറയാനുള്ളത്. ഈ ആഴ്ചയും അവർക്ക് വെല്ലുവിളികളെ നേരിടേണ്ടതുണ്ട്. എന്നാൽ വിജയം അവരോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ധനുക്കൂറിനെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 5-ാം തീയതിയും പിന്നെ 10ഉം 11ഉം ദിവസങ്ങളാണെന്നത് ഓർക്കുക. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴത്തിൻ്റെ പ്രതികൂലമായ സഞ്ചാരമാണ് അല്പമെങ്കിലും ദോഷമായി നിൽക്കുന്നത്. പക്ഷേ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം ശുക്രൻ വളരെ ബലവാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഗുണകരമായിട്ട് ബുധനും നിൽക്കുന്നു. അപ്പോൾ അതെന്തായാലും കർമ്മരംഗത്ത് ഇവരുടെ കഴിവ് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കാൻ സാധിക്കുകയും അതിൽ നിന്ന് ഇവർക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ചും കലാപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കില്ലോ ഉള്ളവർക്ക് അവരുടെ മേഖലയിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. അതിന് തക്കവണ്ണം ആഴ്ചയുടെ 2ാം പകുതി ഇവർക്ക് നല്ല ഈശ്വരാധീനവും ദേവിയുടെ അനുഗ്രഹവും ഒക്കെ കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിലായിരിക്കും ഇവർക്ക് കൂടുതൽ ശ്രദ്ധ. കുടുംബത്തോട് ശ്രദ്ധ വയ്ക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ അടുത്ത് ശ്രദ്ധിച്ച് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ തങ്ങളുടെ കർമ്മ മേഖലയിൽ തങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ സമർപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് വഴി പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയത്തിലെത്തുന്നതായിട്ട് കാണുന്നു. ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ശരീരത്തിൽ നേരത്തെ തന്നെ ശ്രദ്ധിക്കാതെ ഇരുന്ന ചില അണുബാധയുടെയോ മറ്റോ പ്രശ്നങ്ങൾ പനിയുടെ രൂപത്തിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശരീരത്തിൻ്റെ ഈ ചുണയുടെ കുറവ് അല്ലെങ്കിൽ ശരീരത്തിൽ സ്മാർട്ട്നെസ്സിൻ്റെ കുറവ്, ക്ഷീണിതാവസ്ഥ ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കൃത്യമായി ആഹാരം കഴിക്കുക, മരുന്നുകൾ കഴിക്കുക, വൈറ്റമിനുകളൊക്കെ കഴിക്കുക, ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ കൃത്യമായി ശരീരത്തിനകത്തേക്ക് തന്നെ ചെലുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജലവും അതുപോലെ വേണ്ടത്ര ഭക്ഷണവും ഇല്ലാത്ത ഒരവസ്ഥ മനഃപൂർവ്വം ഇവർ തന്നെ സൃഷ്ടിക്കുന്നതാണെങ്കിൽ കൂടി അത് ശരീരത്തിന് ദോഷകരമായി വരാൻ സാധ്യതയുണ്ട്. ക്ഷീണിതാവസ്ഥയാണ് കൂടുതലായി കാണുന്നത്. അതുപോലെ തന്നെ ദോഷം പിന്നെ സംഭവിക്കാൻ സാധ്യത ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകാവുന്ന ശരീരത്തിൻ്റെ ഈ ശേഷിക്കുറവ് കൊണ്ടുണ്ടാകാവുന്ന ചില ആലസ്യവും മടിയുമൊക്കെ പ്രവർത്തനത്തെ ബാധിക്കാം. പ്രത്യേകിച്ചും ആഴ്ചയുടെ 2ാം പകുതിയിലാണ് അത് കൂടുതൽ പ്രകടമായി കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധ വേണം എന്ന് പറയുന്നു. പിതാവിനത്ര നല്ലതല്ല, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഏകദേശം വിജയത്തിൻ്റെ വക്കുവരെ എത്തി നിൽക്കുന്ന ചില യാത്രകൾ, ചില വിദേശവുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ, അതിന് കുറച്ചുകൂടി ചിലപ്പോൾ ഒരു താമസം വേണ്ടി വന്നേക്കാവുന്നത് ഈ കാര്യങ്ങൾ കൊണ്ടാണ്. സ്വന്തം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ക്ഷീണം, അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാവാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, 7 നല്ല ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമായിട്ട് ആഴ്ചയുടെ 2ാം പകുതിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഇവർക്ക്
കഴിഞ്ഞ കുറേ കാലമായി വിദ്യാഭ്യാസ സംബന്ധമായോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ജോലിക്ക് ആവശ്യമായ ചില മുന്നോട്ടുള്ള ട്രെയിനിങ് സംബന്ധമായ കാര്യത്തിനോ തടസ്സമായി നിന്നിരുന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. ജോലിയുടെ കൂടുതൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും കൂടുതൽ പദവിയിലേക്ക് ഉയരാനും വേണ്ടിയിട്ടുള്ള ആ പ്രത്യേകമായ ഒരു അറിവ് അത് നേടിയെടുക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായി കൂടുതൽ താല്പര്യവും ശ്രദ്ധയും അങ്ങോട്ട് പോകുന്നത് കൊണ്ടാകണം ഒരുപക്ഷെ ജീവിത പങ്കാളിയുടെ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാത്തത്. അതൊരു പക്ഷേ സൗന്ദര്യപ്പിണക്കമായോ ചിലപ്പോൾ അല്പം കലഹം മൂത്ത വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായോ വരുന്ന അവസ്ഥ അതുകൊണ്ടാണ് വരുന്നത്. അല്ലാതെ മറ്റു പിണക്കമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെയല്ല, വേർപാടോ ഒന്നും തന്നെയല്ല. അതുപോലെ തന്നെ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കോ എന്തെങ്കിലും ശാരീരികമായ ആവശ്യത, പ്രത്യേകിച്ചും ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ നക്ഷത്രക്കാർക്കും അത്തരം അസുഖങ്ങൾ വരാൻ സാധ്യതകൾ കാണുന്നു. പിതാവിന് ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായ അസുഖങ്ങളും ഈ കുംഭക്കൂൾപ്പെട്ട നക്ഷത്രക്കാരുടെ പിതാക്കൾക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര ഗുണകരമായി കാണുന്നു. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ധനപരമായ വരവിനും ദോഷമൊന്നും കാണുന്നില്ല. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, പിന്നെ 8, 9 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാലഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള 2 ദിവസങ്ങളും അവസാനത്തെ 2 ദിവസങ്ങളും 4 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടം, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷാവസ്ഥ കൈവരികയും ആ എനർജി കൊണ്ട് ആ ഒരു ഊർജം കൊണ്ട് അവർക്ക് അവരുടെ കർമ്മമേഖലയെ കൂടുതൽ വിപുലീകരിക്കാനും അത് കൂടുതൽ ക്രിയാത്മകവും കൂടുതൽ മറ്റുള്ളവർക്ക് ഗുണപ്രദവുമായി വരുന്ന തരത്തിലും ഇവരുടെ തന്നെ കർമ്മമേഖല നന്നായി മറ്റുള്ളവരുടെ അടുത്തേക്ക് സംവദിക്കുന്ന ഒരവസ്ഥ വരികയും ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ സാമ്പത്തിക മേഖല കുറച്ചുകൂടി വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ ആദ്യ ദിവസം കഴിഞ്ഞാലുള്ള 2 ദിവസങ്ങളും അവസാനത്തെ 2 ദിവസങ്ങളും സാമ്പത്തികമായി വളരെ ഗുണമാണ് ഇവർക്ക്. അതുകൊണ്ട് മാനസിക സന്തോഷവും ലഭിക്കുന്നു. ഇവരുടെ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം കിട്ടത്തക്കവണ്ണമുള്ള ചില വ്യക്തികളുമായി ഒരുമിച്ച് യാത്ര ചെയ്യാനും അവരുമൊത്ത് സല്ലപിക്കാനുമുള്ള സമയമുണ്ടാകുന്നു. കുടുംബജീവിതത്തിൽ കുറച്ചുകൂടി ഐശ്വര്യപരമായ മുന്നേറ്റം ഉണ്ടാകുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസം അത്ര നല്ലതല്ല, സാമ്പത്തികമായിട്ട് ആദ്യ ദിവസം അത്ര നല്ലതല്ല. തുടർന്ന് വരുന്ന 2 ദിവസവും അവസാനത്തെ 2 ദിവസവും കൂടി ചേർന്നുള്ള 4 ദിവസമാണ് ഗുണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾക്ക് സാമ്പത്തികമായി അമിത ചെലവിൻ്റെ ദിവസമാണ്. ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാൽ, പ്രത്യേകിച്ചും അലർജി അസുഖങ്ങളായോ ത്വക്ക് രോഗ സംബന്ധമായ അസുഖങ്ങളുമായോ ബന്ധപ്പെട്ട് പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. അതുപോലെ ആദ്യ പകുതിക്ക് ശേഷം തൊട്ടടുത്ത് വരുന്ന 2 ദിവസങ്ങളും സ്വന്തം വാക്ക് തന്നെ ശത്രുവായി മാറാനുള്ള സാധ്യത. എവിടെ തങ്ങുന്നുവോ അവിടെ സമൂഹവുമായോ അയൽപക്കവുമായോ ഒക്കെ വഴക്കുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. എന്നാലും ധനപരമായ വരവിന് ദോഷമൊന്നും കാണുന്നില്ല. ജീവിത പങ്കാളിയുമായി ശത്രുതയുണ്ടാകാനോ കലഹമുണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് തന്നെ അവരുടെ പിതാവിന് ശാരീരികമായ അവശത വരാം. ഇവർക്കും ത്വക്ക് സംബന്ധമായുള്ള അലർജി അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചില യാത്രകൾ, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം വരുന്ന തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ ചില യാത്രകൾ ചിലപ്പോൾ മുടങ്ങിപ്പോകാം. എന്നാൽ അവസാന ദിവസങ്ങളിൽ അത് കൂടുതൽ ഭംഗിയോടുകൂടി ആവർത്തിക്കുന്നത് കാണാം. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല, തിരിച്ചു വരും. പക്ഷേ ആ നഷ്ടപ്പെടുന്ന സമയത്തുള്ള ആശങ്കകൾ ഇവരെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഈ ആഴ്ചയിൽ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, 7, പിന്നെ 10, 11 ആണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശനീശ്വരനും അതുപോലെ ധർമ്മശാസ്താവിനും അയ്യപ്പസ്വാമിക്കും കറുത്ത പട്ട് സമർപ്പിക്കുക, വ്രതം ആചരിക്കുക, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, ഓം ശനൈശ്വരായ നമ എന്നും ജപിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, കടുംപായസം കഴിപ്പിക്കുക, അതുപോലെ നീരാഞ്ജനം കത്തിക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യാഴദോഷ പരിഹാരത്തിന് ചെയ്യുന്ന കർമ്മങ്ങൾ. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, പാൽപ്പായസ നൈവേദ്യം, വ്യാഴാഴ്ച ദിവസം മഞ്ഞപ്പട്ട് സമർപ്പിക്കുക മഹാവിഷ്ണുവിന്. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരത്തിന് 100 പാലും കൊടുക്കുക നാഗദൈവങ്ങൾക്ക്. അതുപോലെ ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഗണപതിയെ സ്തുതിക്കുക. കേതുദോഷ പരിഹാരത്തിന് കരകമാല അർപ്പിക്കുക, ഉണ്ണിയപ്പ നിവേദ്യം, അതുപോലെ തന്നെ നാളികേരം മുടക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ച അവിടെ നിന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.